ദുആത്തുൻ അലാ അബ്വാബി ജഹന്നമ ഫമൻ അജാബഹും ഖദഫൂഹു ഫീഹാ. അവസാന കാലമാകുമ്പോൾ ചിലർ പ്രത്യക്ഷപ്പെടും, അവർ നരകത്തിന്റെ വാതിൽക്കൽ നിൽക്കുന്നവരായിരിക്കും. ഞാൻ ഈ പ്രസംഗത്തിൽ പറയുന്നത് ഇത്രമാത്രമാണ്. എന്ത് നിങ്ങൾ പറയുന്ന ആള് നരകത്തിന്റെ വാതിൽക്കലാണെന്നൊന്നും എനിക്ക് വാദമല്ല. എനിക്ക് വാദം, ഇന്ന് സോഷ്യൽ മീഡിയയിൽ മഹ്ദിയാണെന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെടുന്നവരെ പിൻപറ്റുന്നവർ ഇന്ന് കേരളത്തിൽ ആയിരക്കണക്കിനുണ്ട്. ഇവരെ നിങ്ങൾക്ക് എന്തറിയും എന്നെൻ്റെ ചോദ്യം. അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഞാൻ നിർവഹിച്ചു. മഹ്ദിയെ അറിയാൻ ഒരു പ്രയാസവും ഇല്ല. ആദ്യം എന്ത് നോക്കണം? ഹുവ മിൻ ഔലാദി ഫാത്തിമ ഔല. ആദ്യം നോക്കേണ്ടത് എന്താണ്? പറയാം, എല്ലാ ഔലാദ് ഫാത്തിമ, പക്ഷെ ഒരു അടിസ്ഥാനം ഇത് ആദ്യം ആരാണെന്ന് പരിശോധിക്കണം. പറേ മിൻ ഔലാദി ഫാത്തിമ ഔല, ഇത് ഫാത്തിമ ബീവിന്റെ പേരക്കുട്ടിയാണോ അല്ലേ, അതാദ്യം നോക്കണം. മനസ്സിലാവുണ്ട് പറഞ്ഞത്? ആര് പിന്നാലെ കൂടും, അത്ഭുതം ആരും കാണിക്കും, അത്ഭുതം ജനം കാണിക്കൂലേ? മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യസന്ധനാണ് എന്നതിന് നൂറുകണക്കിന് ക്രിസ്ത്യാനികൾ എഴുതിയ പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി സത്യസന്ധനാണ്. എന്തുകൊണ്ട്? ശുദ്ധമായ ഒരു ജീവിതം ജീവിച്ച് തൻ്റെ ജനത നല്ലവനാണെന്നും നീതിമാനാണെന്നും സൽസ്വഭാവിയാണെന്നും ബോധ്യപ്പെട്ടിട്ട് ദൈവിക വെളിപ്പാട് വന്നപ്പോൾ മാത്രമാണ് ഞാൻ പ്രവാചകനാണെന്ന് ദൈവദൂതനാണെന്ന് പറഞ്ഞിട്ടുള്ളൂ. നൂറുകണക്കിന് ക്രിസ്ത്യാനികൾ എഴുതിയ പുസ്തകമുണ്ട്, ഹിന്ദുക്കൾ എഴുതിയ പുസ്തകമുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, ഇന്നുണ്ട്. അപ്പോൾ ഇന്ന് പോലും ഓക്സ്ഫോർഡിൽ നിന്ന്, കേംബ്രിഡ്ജിൽ നിന്ന്, യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടൻ, മനസ്സിലായില്ലേ, കാലിഫോർണിയ യൂണിവേഴ്സിറ്റി, ഇങ്ങനെ അടക്കമുള്ള ലോകപ്രശസ്തമായ യൂണിവേഴ്സിറ്റികൾ ഇന്ന് പുറത്തിറക്കുന്ന പുസ്തകങ്ങളിലുണ്ട് മുഹമ്മദ് എന്ന മനുഷ്യൻ സത്യവാനായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട് 40 വയസ്സ് ഒരു ജനതക്കിടയിൽ ശുദ്ധമായി ജീവിച്ച് സ്വന്തം ജനത നല്ലവരാണെന്ന് ബോധ്യപ്പെട്ട് ദൈവിക വെളിപാട് വന്നപ്പോൾ ഞാൻ ദൈവദൂതനാണെന്ന് പറഞ്ഞതേ ഉള്ളൂ. അതേ സമയത്ത് മാനത്ത് നിറക്കിയാൽ അവർക്ക് അംഗീകരിക്കാം. പിൽക്കാലത്തെ ജനതക്ക് ഇത് എവിടുന്ന് വന്നു എന്നറിയില്ല. ആള് കൂടാൻ നല്ലത് എന്താണേനും മേലിറക്കലാണ്. മേലെ ഇറങ്ങിയാൽ ആളുകളോ എല്ലാവരും അംഗീകരിച്ചു. ആർക്കും അറിയാത്ത നാട്ടിൽ ആർക്കും പ്രത്യക്ഷപ്പെടാം. CH പണ്ട് പറഞ്ഞൊരു ഫലിതുണ്ട്. ഒരു കുറുക്കൻ പേടിച്ചോടുന്ന സമയത്ത് ഒരു അമ്മൂമ്മ നീലം കലക്കി വെച്ചൊരു തൊട്ടിയിൽ വീണുപോയി. അപ്പൊ അമ്മൂമ്മ ഓടിച്ചു. അങ്ങനെ കാട്ടി ചെല്ലുമ്പോൾ ഒരു നീല ജന്തുവാണ്. CHന്റെ ഫലിത. അങ്ങനെ ഒരു നീല മൃഗമായി കാട്ടിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ കാട്ടിലുള്ള മൃഗങ്ങളെല്ലാം പറഞ്ഞു, ഇവർ തന്നെ നമ്മുടെ രാജാവ്. മനസ്സിലായില്ല? ഇവർ തന്നെ നമ്മുടെ രാജാവ്. എന്തുകൊണ്ട്? ഇങ്ങനെ ഒരു മൃഗം ഇതുവരെ കാട്ടിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ കാട്ടിലെ മൃഗങ്ങളെല്ലാം ഒരുമിച്ച് കൂടി ഇവരാണ് ഞങ്ങളുടെ രാജാവ്. അപ്പൊ കുറുക്കൻ രാജാവായി. ഏതുവരെ? പൗർണമി വരുന്നത് വരെ. പൂർണ്ണചന്ദ്രൻ വന്നാൽ, പൂർണ്ണചന്ദ്രനെ കണ്ടാൽ കൂക്കണം. കൂക്കിയപ്പോഴാണ് മനസ്സിലായത് ഇതാരാണ്, കൂർക്കനാണ്. അപ്പൊ അത്ഭുത ജീവിയായി പ്രത്യക്ഷപ്പെട്ടാൽ ആളുകൂടും, അംഗീകരിക്കും. അതേത് ജനതയിൽ അങ്ങനെയാണ്. ആകാശത്ത് നിന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ താങ്ങിയിട്ട് ജിബ്രീൽ മീകായിൽ അലൈഹിസ്സലാം കൊണ്ടുവന്ന് ഭൂമിയിൽ വെച്ചു. എന്നിട്ട് ജിബ്രീൽ മീകായിൽ അലൈഹിസ്സലാം എന്ത് പറഞ്ഞു? ഞാൻ ജിബ്രീൽ മീകായിൽ ഞങ്ങളിവിടെ വന്നു, എൻ്റെ ഇത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിനക്കുള്ള ആളാണ്, അംഗീകരിച്ചോളി. ഈ പറഞ്ഞവർ മുഴുവനും ലാത്തനെയും ഹുസൈനെയും വലിച്ചിട്ട് നബിന് നൽകും. മനസ്സിലായോ പറഞ്ഞത്? പക്ഷേ അതന്ന് നടക്കും, പിന്നെ നടക്കൂല. പിന്നീട് ചരിത്രകാരന്മാർ എഴുതും, എവിടുന്നോ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിക്കിടന്നോ, എവിടുന്നാണ് ഇയാൾ വന്നത് എന്ന് അറിയൂല. അന്ന് 4 ആൾ കൂടും, അന്ന് 4 ആൾ ആരെ പിന്നാലും കൂടും. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർ പറയും ഞാൻ മഹദിയാണ്. ഇപ്പോൾ പാകിസ്ഥാനി മഹദി, ഇന്തോനേഷ്യൻ മഹദി, മലേഷ്യൻ മഹദി, അഫ്ഗാനി മഹദി, അങ്ങനെയൊക്കെ മഹദിയാണ്. ഇനി അമേരിക്കൻ മഹദി വരും, റഷ്യൻ മഹദി വരും. ഒക്കെ മഹദികളാണ്. മഹാന്മാർ മരിച്ചിട്ട് 100 കൊല്ലം കഴിഞ്ഞു. ഒക്കെ മഹദികളാണ്. ഒക്കെ മഹാന്മാരല്ല, ഒക്കെ മഹദികളാണ്. അതിൻ്റെയൊക്കെ പിന്നാലെ ആളുണ്ട്. അവരെന്ത് ചെയ്യും?
ദുആത്തുൻ അലാ അബ്വാബി ജഹന്നമ ഫമൻ അജാബഹും ഖദഫൂഹു ഫീഹാ. അവസാന കാലമാകുമ്പോൾ ചിലർ പ്രത്യക്ഷപ്പെടും, അവർ നരകത്തിന്റെ വാതിൽക്കൽ നിൽക്കുന്നവരായിരിക്കും. ഞാൻ ഈ പ്രസംഗത്തിൽ പറയുന്നത് ഇത്രമാത്രമാണ്. എന്ത് നിങ്ങൾ പറയുന്ന ആള് നരകത്തിന്റെ വാതിൽക്കലാണെന്നൊന്നും എനിക്ക് വാദമല്ല. എനിക്ക് വാദം, ഇന്ന് സോഷ്യൽ മീഡിയയിൽ മഹ്ദിയാണെന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെടുന്നവരെ പിൻപറ്റുന്നവർ ഇന്ന് കേരളത്തിൽ ആയിരക്കണക്കിനുണ്ട്. ഇവരെ നിങ്ങൾക്ക് എന്തറിയും എന്നെൻ്റെ ചോദ്യം. അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഞാൻ നിർവഹിച്ചു. മഹ്ദിയെ അറിയാൻ ഒരു പ്രയാസവും ഇല്ല. ആദ്യം എന്ത് നോക്കണം? ഹുവ മിൻ ഔലാദി ഫാത്തിമ ഔല. ആദ്യം നോക്കേണ്ടത് എന്താണ്? പറയാം, എല്ലാ ഔലാദ് ഫാത്തിമ, പക്ഷെ ഒരു അടിസ്ഥാനം ഇത് ആദ്യം ആരാണെന്ന് പരിശോധിക്കണം. പറേ മിൻ ഔലാദി ഫാത്തിമ ഔല, ഇത് ഫാത്തിമ ബീവിന്റെ പേരക്കുട്ടിയാണോ അല്ലേ, അതാദ്യം നോക്കണം. മനസ്സിലാണ്ട് പറഞ്ഞത്? ആള് പിന്നാലെ കൂടും, അത്ഭുതം ആരും കാണിക്കും, അത്ഭുതം ജനം കാണിക്കൂലേ? മനസ്സിലായില്ലേ? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നിയാസിൽ കൗലഖി റഹിമഹുല്ലാഹ് പറഞ്ഞൊരു വാക്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എന്ത് ജനങ്ങൾ, വഴികെട്ട ജനങ്ങളുടെ കാലഘട്ടത്തിന്റെ രീതിയാണ് ഇത്തിബാഉൽ സറായിരി ലത്തിബാഉ തഖ്വ. അത്ഭുതം ഒരാൾ കാണിക്കണമെങ്കിൽ ഓനെ പിൻപറ്റും. പിന്നെ ആരെ പിൻപറ്റൂല? ഒരു തഖ്വയുള്ളവനെ പിൻപറ്റൂല, ഒരു മുത്തഖിയുടെ തഖ്വയിൽ പിൻപറ്റൂല. പിന്നെ ഒരു അത്ഭുതം കാട്ടിയാൽ അതിൽ പിൻപറ്റുക. അത്ഭുതം ആരും കാട്ടും, ദജ്ജാലും കാട്ടും. നമ്മളിപ്പോൾ ഏത് കിതാബാണോ പഠിക്കുന്നത് ആ കിതാബ് ലോകത്തിന് സമർപ്പിച്ച ഇബ്രാഹിം നിയാസിൽ കൗലഖി തങ്ങളുടെ വാക്കാണത്. നമ്മുടെ സമാനിന്റെ ഒരു ദുരന്തമാണ് എന്ത്? ഇത്തിബാഉ സറായിരി, രഹസ്യങ്ങളെ പിന്നാലെ നടക്കുക. ഓരോ ഇങ്ങനെ പോകുന്നെ ഭയങ്കരമാണ്. അവിടെ ലൗലിയ പപ്പുണ്ട്, ഭയങ്കരമാണ്. ഞങ്ങൾ നോക്കുമ്പോഴാണ് മുട്ടൻ്റെ ഉള്ളിൽ നിന്ന് കോയിനെ ചാടിച്ച്, മുട്ടൻ്റെ ഉള്ളിൽ നിന്ന് കോയിനല്ല, ഒരു കോയിനല്ല 100 കോയിനെ ഒന്നിച്ച് അടിക്കാൻ കഴിയുന്ന അവലിയൊക്കെ മലിഞ്ഞു വരും. മനസ്സിലാണ്ട് പറഞ്ഞത്? അതിലൊന്നും നിങ്ങൾ വഞ്ചിതരാകണ്ട, അതാർക്കും നടക്കും. അതുകൊണ്ടൊന്നും വഞ്ചിതരാകണ്ട. ഒരാള് മഹ്ദിയാകണമെങ്കിൽ അതിനൊരുപാട് നിബന്ധനകളുണ്ട്. അവർ ഹബീബ റസൂലുള്ളാഹിന്റെ പേരെ കുട്ടിയാക്കണം, മസ്ലക്കുകൾ പരിശോധിക്കണം, പരമ്പര പരിശോധിക്കണം, അവരെ സുലൂക്ക് സീറകൾ പരിശോധിക്കണം. ഹബീബ റസൂലുള്ളാഹി പറഞ്ഞ ഒരുപാട് ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളിൽ ആൾ മേടിച്ചിട്ടുണ്ടോ നോക്കണം. മനസ്സിലായില്ല? ഇതൊന്നുമില്ലാതെ പിന്നെ ഒരാളെ പിൻപറ്റാൻ പറ്റുന്നതാണ് ഞാൻ പറഞ്ഞത്. ആരും പിൻപറ്റിക്കും, ആരും ഒരാളെ പിൻപറ്റുമ്പോൾ ആദ്യം അയാളെ അറിയണം. അത് ജിഫ്രി മുത്തുക്കയത്തങ്ങൾ പിൻപറ്റിക്കും. ആ ആളെ അറിയാൻ എളുപ്പമുണ്ട്. ഈ ഇടവണപ്പാറ പുഴ കിടന്ന ആളെ അറിയും, ബാപ്പാനെ അറിയും. ബാപ്പാൻ്റെ വാപ്പ അവരെ വാപ്പ യമനിൽ നിന്ന് വന്നതാണ്. വലിയ ജിഫ്രി തങ്ങൾ കുറ്റിച്ചേർപ്പള്ളിൻ്റെ ആളെ കിടക്കുന്നുണ്ട്. അവരെ പരമ്പരയും കിട്ടും. സാധിക്കാലത്ത് എങ്ങനെ പിൻപറ്റണമെന്നുണ്ട്. ഇപ്പോൾ ഒരു ആളെ പിൻപറ്റണം, ആരെയും കിട്ടില്ല, പിൻപറ്റിക്കോ. അവരെ ബാപ്പയാരും ബാപ്പാനും ബാപ്പയെന്ന് അറിയും, ആരാന്നറിയും, അവരെ മസ്സിലൊക്കെ അറിയും, അവരെ ആബാദിനറിയും, അജ്ദാദിനറിയും, അവരെ കാക്കമാരറിയും, അവരെ ബാപ്പാനും വല്ലിപ്പാനും അറിയും. മനസ്സിലായില്ലേ? ചിന്തിക്കണം. നീ പിൻപറ്റണമെന്നും പിൻപറ്റണ്ടെന്നും അല്ല ഞാൻ പറയുന്നത്. അറിയുന്നവരെ പിൻപറ്റിക്കോ. ആളെ മനസ്സിലാക്കാൻ നിനക്ക് എളുപ്പമാണ്. ഏതോ നാട്ടിൽ കിടക്കുന്ന നിനക്കൊരു വിവരമില്ലാത്ത ആളുകളെ നീ പിൻപറ്റിയാൽ അത് നിന്റെ ആപത്തിലേക്കാണ്. അത് ലോകാവസാനം വരുമ്പോൾ വരുന്ന പ്രശ്നങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. മഹ്ദി ഇമാം വന്നു പോയി എന്നാ ചില ആളുകളെ വാദം. എന്തിനാ മഹ്ദി ഇമാം വരുന്നത്? ചില ആളുകൾ എൻ്റെ പ്രസംഗത്തിൻ്റെ താഴെ ഒരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ട്, ഞാൻ മഹ്ദി ഇമാമൊക്കെ വന്നു പോയി മൂല്യരെ, വന്ന് മരിച്ചു പോയി. എന്തിനു വരുന്നത്? മഹ്ദി ഇമാം എന്തിനാ വന്ന്? എന്തിനാ വരുന്നത്? മഹ്ദി ഇമാം വരുന്ന നീതി നടപ്പിലാക്കാനാണ്. യംലഉൽ അർള അദ്ലൻ വഖിസ്താ, ഭൂമിയിൽ നീതി നടക്കും. ഇവിടെ ആർക്കും നീതിയിട്ട് മഹ്ദി ഇമാം എന്തിനാ വരുന്നത്? എന്താ വന്ന്? എൻ്റെ പേരിൽ വന്നിട്ട് കോയർച്ചും ചോറ് നിന്ന് പോകാനോ? എന്തിനാ മഹ്ദി വന്ന്? ചിലർ പറയുന്നത് ഭൂമിയിൽ നീതി നടക്കും. മഹ്ദി ഇമാം വന്നിട്ടുണ്ട്, വന്ന് പോയി കഴിഞ്ഞോളായാലും ചോദിക്കുന്നത് നീതി എവിടെ നടന്ന്? തലച്ചോറിൽ അരക്ക 5 മുണ്ടിണ്ടടാ ഈ ജാതി ആളുകളൊക്കെ പിൻപറ്റാൻ. എന്തിനാ മഹ്ദി ഇമാം വരുന്നതെന്ന് പറയാം. എന്തിനാ മഹ്ദി ഇമാം വരുന്നത്?
ഇന്ന് വാദിക്കാണ്. ഞാനിതിൽ പ്രതികരിക്കാൻ കാരണം എന്റെ പ്രഭാഷണത്തിന്റെ താഴെ ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ട്, എന്ത് മഹ്ദി ഇമാം വന്നു പോയി കഴിഞ്ഞു. അതിനെ ഒരാളും പറഞ്ഞു ഇന്നയാളാണ് മഹ്ദി ഇമാം. ആയിക്കോട്ടെ, അയാൾ വലിയ പോകുന്നത്, അയാൾ വന്നിട്ട് എന്റെ കാര്യം ഉണ്ടായി. മഹ്ദി ഇമാം എന്തിനാ വരുന്നത്? പറയടോ, എന്തിനാ വരുന്നത്? മഹ്ദി ഇമാം വന്നാൽ എന്ത് കിട്ടും? ആർക്ക്? പറയടോ, ആർക്ക്? എല്ലാവർക്കും. ഹിന്ദുവിന് നീതി കിട്ടും. പിന്നെ പറയടോ, എന്തിനാണ് പേടിക്കണേ? പറ, ഹിന്ദുവിന് കിട്ടും, നിറക്കുന്നല്ലേ പറഞ്ഞേ? മുസ്ലിമീങ്ങൾക്ക് നീതി കിട്ടും എന്നാണ് പറഞ്ഞേ? പറ, ഹിന്ദുവിന് കിട്ടും, പിന്നെ ക്രിസ്ത്യാനിക്ക് കിട്ടും, ജൂതന് കിട്ടും, കമ്മ്യൂണിസ്റ്റുകാരന് കിട്ടും, മുസ്ലിമിന് കിട്ടും, ആർക്കും കിട്ടും നീതി. നീതി കിട്ടാതെ അലിയാണ് കോടിക്കണക്കായ ജനങ്ങൾ. പിന്നെന്തിനാ അയാൾ ഇവിടെ വന്നു വെച്ച എന്താ കാര്യം? ഏത് മഹദിയുടെ എങ്ങനെ വന്നു പോയത്? നീതി നടക്കണ്ടേ ഭൂമിയിൽ? എന്തായി പറയണത്? എന്തെങ്കിലും ഉദ്ദേശം? ഇന്നലെ വൈകുന്നേരം ഒരാൾ എനിക്കൊരു മെസ്സേജ് അയച്ചു. മെസ്സേജ് ഇങ്ങനെയാണ്: ഉസ്താദിൻ്റെ ചാനലാണെന്ന് പറഞ്ഞ് ഒരാൾ ഞങ്ങളെ ആ ചാനലിൽ കൂട്ടി. പിന്നെ അത് മഹ്ദി ഇമാമിൻ്റെ ചാനലാണെന്ന് പറഞ്ഞു. നിങ്ങളെ പറ്റി സംസാരങ്ങളൊന്നും കേട്ടതുമില്ല. അപ്പോൾ ഞങ്ങൾക്കൊരു ഡൗട്ടായി, അതുകൊണ്ടാണ് മെസ്സേജ് അയക്കുന്നത്. നിങ്ങൾ ഇത്തരം ഇത് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ചാനലാണോ? അപ്പോൾ പലതരം ആൾമാറാട്ടങ്ങൾ നടക്കുന്നുണ്ട്. ആരും മസ്ജിദിലാകുന്നുണ്ട്. എൻ്റെ മഹ്ദി ഇതുവരെ വന്നിട്ടില്ല. എൻ്റെ മഹ്ദി ഇതുവരെ വന്നിട്ടില്ല. മഹ്ദി ഇമാം ജനിച്ചിട്ടുണ്ടെന്ന് പറയുന്ന ആളുകളെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതേസമയത്ത് മഹ്ദി ഇമാം ഇതുവരെ വന്നിട്ടില്ല. മഹ്ദി ഇമാം ജനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അത് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമില്ല. കാരണം നമുക്ക് ഉറപ്പാക്കണമെങ്കിൽ മഹ്ദി ഇമാം എന്താകണം? പ്രത്യക്ഷപ്പെടണം. അന്തൂർ പാപ്പ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ, അന്തൂർ പാപ്പ പറഞ്ഞതൊക്കെ വിശ്വസിക്കണമെന്ന് ഏത് കിതാബിലുള്ളത്? ഉദാഹരണം പറയാം, ഇത് ചിന്തിക്കാൻ വേണ്ടി പറയാം. ഇതുമ്മ കൈക്കെട്ടി നടക്കേണ്ട കുറച്ച് ആളുകൾ. ഞാനാ അന്തൂർ പാപ്പ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ ആൾ ഞാൻ തന്നെയാണ്. അത് സത്യമാണ്. പക്ഷെ അന്തൂർ പാപ്പ പറഞ്ഞൊക്കെ നേരാണെന്ന് വലിയ ഏത് കിതാബിലുള്ളത്? എന്താണ് തിരക്ക് കൊടുക്കാത്തത്? എന്താണ് നിങ്ങൾക്ക് ഇന്നെ കല്ലെറിയണോ? ഇമാം മാലിക്കിലേക്ക് മടങ്ങ്. ഫീ കുല്ലി ഖൗലിൻ മഖ്ബൂലുൻ വമർദൂദുൻ ഇല്ലാ ഖൗലു സ്വാഹിബി ഹാദൽ ഖബരി. ഏതൊരാൾ പറഞ്ഞാലും എടുക്കേണ്ടതുണ്ടാവും, തള്ളേണ്ടതുണ്ടാവും. ആ ഖബർ കിടക്കുന്ന ആളിൽ അങ്ങനെയില്ല. ആര് പറഞ്ഞു? മാലിക് ഇമാം പറഞ്ഞു. ഏത് ഖബറിൽ? ഇതിൻ്റെ അർത്ഥം ഇത് നേരെ തിരിച്ച് അർത്ഥമാക്കരുത്. അന്തൂർ ബാബ പറഞ്ഞ നോണയെന്ന് പറയരുത്. അതായത് കൂടുതൽ നേരാവാൻ സാധ്യത ഉണ്ട്, അത്രയേ ഉള്ളൂ. അന്തൂർ പാപ്പ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അന്തൂർ പാപ്പ പറഞ്ഞത് നേരെയാകൂ, അങ്ങനെ ഉണ്ട്. എവിടെ നിങ്ങൾ വരുന്നത്? സാധ്യത ഉണ്ട്. അന്തൂർ പാപ്പ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ സാധ്യത ഉണ്ട്, ഉറപ്പില്ല, കിതാബിലുമില്ല. അല്ലെങ്കിൽ റസൂലുള്ള പറയണം, എന്ത് യൂലദു ഫി 1987 AD 1987 മഹ്ദി ഇമാം ജനിക്കുന്നതാണ് എന്നൊരു ഹദീസ് സഹിഹായി കിട്ടിയാൽ നമുക്ക് ഉറപ്പിക്കാം. 987 മഹ്ദി ജനിച്ചു. നിങ്ങളിൻ്റെ കൂടെ ഉണ്ടോ? എന്ത് പറയുമ്പോഴും ഒരു ഓപ്ഷൻ ഇടണം. ഒരാളിൽ ഓപ്ഷൻ ഇല്ല. ആരിൽ? മുത്തുനബിയിൽ. മറ്റൊക്കെ 90% സാധ്യത ഉണ്ട്, അല്ലാതെയും വരും. ഫീ കുല്ലി ഖൗലിൻ മഖ്ബൂലുൻ വമർദൂദുൻ. മിക്കവാറും സാധ്യതയുണ്ട്. അതെല്ലാവരുടെ കാര്യവും അങ്ങനെ തന്നെയാണെങ്കിലും അന്തൂർ പാപ്പ മാത്രമല്ല, എല്ലാവരും ഒരക്കൽ മായാലവിയുമില്ലൊക്കെ തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഭൂരിഭാഗവും അത് നേരാന്താകാൻ തന്നെ സാധ്യത, നടക്കാൻ തന്നെ സാധ്യത. അവർ പറഞ്ഞിട്ടില്ല മഹ്ദി ഇമാം ഇത്രാം തീയതി ജനിക്കുന്ന അവർ പറഞ്ഞിട്ടില്ല. അന്തൂർ പാപ്പ പറഞ്ഞിട്ടുണ്ട്, ഓക്കെ ശരി തന്നെ. പക്ഷെ അതേ സമയത്ത് അത് അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? മനുഷ്യനെ മനസ്സിലാവേണ്ട പറഞ്ഞത്. അവർക്കൊക്കെ അബദ്ധമൊക്കെ സംഭവിക്കാം, ആർക്കും സംഭവിക്കാം. അബദ്ധം സംഭവിക്കാൻ പറ്റാത്ത ഒരാളേ ഉള്ളൂ. അതാരാ? മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടില്ല ഇത്രാം തീയതി ജനിക്കുന്നു പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ ഉറപ്പിക്കാം? പിന്നെ
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എല്ലാ ലക്ഷണത്തോടെയും വെളിവായാൽ അപ്പോൾ ഉറപ്പിക്കാരെന്നെ പറ്റും വേണം. അങ്ങനത്തെ ഒരാൾ ദൂരെ വന്നിട്ടില്ല. പിന്നെ നമുക്ക് എന്താ ബാധ്യത? പലരും വരും, മനസ്സിലായില്ല. ഒരു നബി മുത്തുനബിയെ സത്യസന്ധനായി വന്നപ്പോൾ ആയിരക്കണക്കായ ആളുകളാണ് കള്ളന്മാരായി ഇറങ്ങിയത്. അത് നിങ്ങൾ ആലോചിക്കണം. അതായത് നമ്മളെ ഈമാൻ തെറ്റിക്കാനുള്ള കളിക്കാർ ഏത് കാലഘട്ടത്തിലും ഉണ്ടാകും. എന്നും പിൻപറ്റണ്ട. അത്തരം ചാനലുകളെ പിന്തുടരരുത്, അത്തരം വാക്കുകളെ പിന്തുടരരുത്. നമുക്കുറപ്പില്ലാത്തതിന് പിന്നാലെ ലാ തഖഫ് മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്കുറപ്പില്ലാത്തതിൻ്റെ അടുത്ത് പോയി നീ നിൽക്കരുത്. എന്നും പറയണ്ട. നമുക്കും അറിയൂല. ഹഖീഖത്തിന്റെ പിന്നാലെ മുഴുവൻ ഓടണ്ട. ഹഖീഖത്ത് ആർക്കും കാണിക്കാൻ കഴിയും, അതിന്റെ പിന്നാലെ ഓടണ്ട. ശരീഅത്ത് തന്നെയാണ് അടിസ്ഥാനം. ശരീഅത്ത് ഉള്ള ആളുകളെ പിന്തുടർന്നോ. അവർ ത്വരീഖത്ത് എന്നാൽ അത് സ്വീകരിച്ചോ. പക്ഷെ അവർക്ക് ഈ ത്വരീഖത്തും ഈ മഅരിഫത്തും നിനക്ക് തരുന്ന ആൾക്ക് എന്ത് വേണം? പറയ കുട്ടി, എന്ത് വേണം? ശരീഅത്ത് വേണം. ശരീഅത്തില്ലാതെ ഉടുപ്പിടല്ലാത്ത ഒരാൾ വലിയ പാപ്പയായി നിനക്ക് ത്വരീഖത്ത് എന്നാൽ ഇജ വാങ്ങാൻ നടക്കണ്ട. എന്തുകൊണ്ട്? തുണി എടുക്കുന്നത് നിർബന്ധമാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. മൂപ്പര് വലിയ പാപ്പയാണ്. ലോഹിൽക്ക് നോക്കിയിട്ട് വർത്താനം പറയുന്ന ആളാണ്. ആയിക്കോട്ടെ, മൂപ്പര് പറഞ്ഞോട്ടെ. ഞമ്മക്കും വരും പറ്റേണ്ട ബാധ്യതയില്ല. ഉടുപ്പിടല്ലാത്ത ഔലിയാക്കന്മാരുണ്ടായിട്ടുണ്ട്, പക്ഷെ പിൻപറ്റൽ ബാധ്യതയില്ല. ഔലിയായിക്കോട്ടെ, ചക്കരയായിക്കോട്ടെ, ചേമ്പായിക്കോട്ടെ, അതൊന്നും നമുക്ക് വിഷയമല്ല. ഇങ്ങോട്ട് നോക്കി പേടിയേക്കണ്ട. നമുക്ക് അടിസ്ഥാനം എന്താണ്? മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വന്നത് എന്ത് തരാനാണ്? ശരീഅത്ത് തരാനാണ്. ആ ശരീഅത്ത് പാലിക്കുന്നവരുടെ ഉള്ളിലുള്ള കുട്ടിയാണ് ത്വരീഖത്തും ഹഖീഖത്തും ഒക്കെ. അപ്പം നിനക്ക് എന്ത് വേണം? ഒരാളിൽ നിന്ന് നീ ഒരു കാര്യം സ്വീകരിക്കണമെങ്കിൽ അയാൾക്ക് എന്ത് വേണം? ശരീഅത്ത് വേണം. അയാൾക്ക് ശരീഅത്ത് വേണം. ചിന്തിക്കണം. ഒരാളെ പാപ്പ പെണ്ണുങ്ങളെ കൈ കൊടുക്കുന്നുണ്ട്, പെണ്ണുങ്ങളെ കൈ പിടിച്ച് പെണ്ണുങ്ങളെ കൈ മുത്തി പോകുന്നുണ്ട്, പെണ്ണുങ്ങൾ കൈ കൊടുക്കുന്നുണ്ട്. ആയിക്കോട്ടെ, വിജയ അവിടുന്ന് പോയി പോകുന്ന ആളാണ്, വിചാരിക്കണ്ട. എന്തുകൊണ്ട്? ശരീരത്തിനെതിരാണ്. മുമ്പ് റസൂലുള്ളാഹിന്റെ പേരക്കുട്ടി തന്നെയാണ്. ഞാൻ അങ്ങനെ വെച്ചു. റസൂലുള്ളാഹിന്റെ പേരക്കുട്ടി ആയ ഒരു അഹ്ലു ബൈത്തിൽപ്പെട്ട ഔലിയ പാപ്പ എന്ത് ചെയ്യുന്നുണ്ട്? നാട്ടുകാർ മുഴുവൻ പെണ്ണുങ്ങളൊക്കെ വന്ന് കൈ മുത്തുന്നുണ്ട്, അവർക്കൊക്കെ ദിക്ർ കൊടുക്കുന്നുണ്ട്. ഈശോ പാഞ്ഞോ, അത് ശീത്തുണ്ടാവും അവിടെ. എന്തുകൊണ്ട്? ഇതിലെന്തില്ല? ശരീരത്തില്ല. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? നമുക്ക് അല്ലാഹു തആല നമ്മളോട് പിൻപറ്റാൻ പറഞ്ഞത് എന്താണ്? ശരീഅത്താണ്. ആ ശരീഅത്ത് പാലിക്കുന്നവൻ നിനക്കൊരു അമല് ദിക്റോ ത്വരീഖത്തോ തന്ന സ്വീകരിച്ചോ. പക്ഷെ നിനക്ക് അടിസ്ഥാനം എന്താണ്? ഇയാൾ നേരിലാണ് എന്നതിനുള്ള അടിസ്ഥാനം എന്താണ്? അത് ശരീഅത്താണ്. CM വലിയുള്ള വലിയ മഹാനായിരുന്നു. മനസ്സിലാണ്ട് പറഞ്ഞ വലിയ മഹാനായിരുന്നു. പക്ഷേ ചില കാലത്ത്, അവസാന കാലത്ത് നമുക്ക് നിസ്കാരം അവരിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. മനസ്സിലാണ്ട് പറഞ്ഞത്. അപ്പോൾ ഒരാൾ മാറിയുന്നു, തെറ്റല്ല. എന്തുകൊണ്ട്? മനസ്സിലായില്ല. അതിന് അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ടാവും. നിങ്ങൾ നിന്ദിക്കാൻ പോണ്ട. വലിയ മഹാനുമാണ് ആര്? CM. പക്ഷേ അവരെ കണ്ടിട്ട് ഈ നിസ്കാരം ഒഴിവാക്കാൻ നിൽക്കണ്ട. നമ്മളെ അടിസ്ഥാനം എന്താണ്? ശരീഅത്താണ്. വമാ അതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹൂ. അതിൻ്റെ അടിസ്ഥാനം ശരീഅത്താണ്. നിന്ദിക്കാൻ നടക്കണ്ട. ഞാനിപ്പോൾ ഈ പറയപ്പെട്ട ആളിൽ നിന്ന് നിന്ദിച്ചിട്ടില്ലല്ലോ. ഞാൻ നിന്ദിച്ചു ഇല്ല. പക്ഷേ അവരൊന്നും മതിയെന്ന് നടക്കണ്ട. അവനാൻ്റെ ഇവിടെ ആളായി നടക്കാൻ എളുപ്പമാണ്, പക്ഷെ ഈമാൻ നഷ്ടപ്പെടും. അവനാൻ്റെ ഈമാൻ നഷ്ടപ്പെടുത്താൻ നടക്കണ്ട. ഞാൻ അവസാനിപ്പിക്കുന്നു. ചിന്തിക്ക്. ولكن ربي غالب كل فيلق فهو زباد قد زحزح الله كيده. ഈ വരിക്കാണ് ഇപ്പോൾ വ്യാഖ്യാനം പറഞ്ഞത്. ഫഹുവ സബദുൻ, അവനൊക്കെ നീർക്കുമിള മാത്രമാണ്. മുസൈലിമത്തുൽ കദ്ദാബ് ഖദ് സഹ്സഹ അല്ലാഹു തആല ദൂരയാക്കി കൈദഹു, അവന്റെ ചതിയെ ഇവനും അത്ഭുതങ്ങൾ കാട്ടിയിട്ടുണ്ട്. പക്ഷെ അല്ലാഹു അവനെ ചതിയെ തകർത്ത് ദൂരയാക്കി. മനസ്സിലായില്ലേ? അത്ഭുതങ്ങൾ കാട്ടി. തലയൊക്കെ കൈവച്ചപ്പോൾ കുട്ടീൻ്റെ തലയിൽ മുടി പോയി. അപ്പം എൻ്റെ ആളുകൾ പറഞ്ഞു, എന്ത് ആ കുട്ടിക്ക് തള്ളിൽ മുടി ഇല്ലാതിരിക്കലായിരിക്കും നല്ലത്. ഔലിയ ബാബ കയ്യിൽ വെച്ച. മനസ്സിലായില്ല? നബി
മുസൈലിമത്തുൽ കദ്ദാബ് ഒരു കുട്ടിയുടെ തലയിലേക്ക് കൈവച്ചപ്പോ ആ കുട്ടിയുടെ തലയില് മുടി പോയി. അപ്പോൾ ഇവന്റെ ആളുകൾ എന്ത് പറഞ്ഞു? ആ കുട്ടിക്ക് നല്ലത് പറയേ മുടിയില്ലാതിരിക്കലായിരിക്കും. കണ്ടില്ലേ, നമ്മളിപ്പോ കൈ എത്ര ആൾ വെക്കുന്നുണ്ട്, ഒരു മുടി കൊയ്യുന്നില്ലല്ലോ, ഒരു മുടിയൊക്കെ പോയി. കിണറ്റിലെ വെള്ളം കൂടാൻ വേണ്ടി വെള്ളത്തേക്ക് തുപ്പി, വെള്ളം കൂടി പോയി. അപ്പോൾ അവൻ്റെ ആളുകൾ എന്ത് പറഞ്ഞു? നമ്മളാൾ എത്ര കിണറ്റിൽ കൂട്ടി എന്ത് ഉണ്ടായത്? അപ്പൊ മനസ്സിലായില്ലേ? മുഖത്ത് തടവി കണ്ണിന് കാഴ്ച കൂടാൻ ഉള്ള കണ്ണും പൊട്ടി. അതൊക്കെ അത്ഭുതവും വീണതൊക്കെ വിദ്യാക്കും. ജനങ്ങൾ അതിമേലും കൂടും. എന്ത് എന്നാലും ആള് ഭയങ്കര തന്നെയാണ്. കണ്ണും മുഖത്തിനും തൊട്ടപ്പോഴത്തിന് കണ്ണു പോയി. ആചാര്യ ആറാമൊക്കെ ചെയ്തിട്ടുണ്ടാവും പറയാലോ. ആ മാന്റെ കൈയാണ് തൊട്ടപ്പോഴത്തിന് കണ്ണ്. ഞങ്ങൾക്ക് മാസറി നല്ല കണ്ണിട്ടു. മനസ്സിലായില്ല? തൗബാന്റെ വാതിലടഞ്ഞാലും തൗഹീദിന്റെ വാതിലടയില്ല. മനസ്സിലായില്ലേ? ഈ ജാതി ചതികൾ അവസാന കാലഘട്ടത്തിൽ കൂടും. യകൂനു ഫി ആഖിരി സമാനി ഫി അവ്വലി സമാനി എന്നല്ല, യകൂനു ഫി ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂന യഅതൂകും മിനൽ അഹദീസ് ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും. ഖിയാമത്ത് നാൾ അടുത്തു കഴിഞ്ഞാൽ ദജ്ജാലികൾ ഇറങ്ങും. മനസ്സിലായില്ലേ? ദജ്ജാലികൾ അങ്ങത്ത് വരും. യഅതൂനകും മിനൽ അഹദീസ്, പലതരം വർത്തമാനങ്ങൾ അവർ വന്ന് പറയും. ബിമാലം തസ്മഉ അൻതും വലാ ആബാഉകും, നിങ്ങളെ ബാപ്പമാരോ നിങ്ങളോ കേട്ടിട്ടില്ലാത്ത വാക്കുകൾ വരുമെന്ന് പറയും. ഫഇയ്യാകും വഇയ്യാഹും, അവരെ സൂക്ഷിക്കുക. ലാ യുളിലുനകും, അവർ നിങ്ങളെ പഴപ്പിക്കാതിരിക്കട്ടെ. വലാ യുഫ്തിനുനകും, അവർ നിങ്ങളെ ഫിത്നയിലാക്കാതിരിക്കട്ടെ എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ അലൈക്കും ബിഅസ്രി ഷജറ, അപ്പോൾ മരത്തിന്റെ മരടങ്ങ പിടിച്ചു നിൽക്കുക. അണപ്പല്ലുകൾ കടിക്കുക. ഏതാ മരത്തിന്റെ മരട്? ഏതാ? ശരിയാത്ത്. ശരിയത്തുള്ളവരെ പിൻപറ്റിക്കോ. അല്ലാഹു തആല ശരിയാത്തനുസരിച്ച് ജീവിച്ച് മരിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ശരിയാത്തനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ശരിയാത്തനുസരിച്ച് ജീവിക്കണമെങ്കിൽ മുത്തഖയാണ്, അല്ലെങ്കിൽ ശരിയാത്തനുസരിച്ച് ജീവിക്കാൻ കഴിയില്ല. അത്ഭുതം ജോത്സ്യനും കാണിക്കുക, അത്ഭുതം ദജ്ജാലിന് കാണിക്കാം, അത്ഭുതം കള്ളൗലിയൊക്കെ കാണിക്കാം. പക്ഷെ അതുകൊണ്ട് വ്യക്തി നന്നാവില്ല. മനസ്സിലാണ് ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം എന്നാൽ ഒരു കറാത്ത് പോലും ജീവിതത്തിൽ ഇല്ലാത്ത ആളാണ് ആര്? മുഹമ്മദ് മുസ്തഫ. അതെന്നെ പിൻപറ്റാൻ യോഗ്യത. ഒരാളെ പിൻപറ്റണമെങ്കിൽ അയാൾ ദീനുണ്ടായിരിക്കണം. ദീനില്ലാത്തവരെ പിൻപറ്റരുത്. ശരിയാത്ത മാനദണ്ഡം. ന്യായീകരിക്കാൻ നടക്കരുത്. ഇപ്പൊ നോക്കുന്നെ ഒന്നും വിചാരിക്കരുതട്ടെ. നീ വിചാരിച്ചാൽ പ്രശ്നമൊന്നുമില്ല. എനിക്ക് എൻ്റെ ഉത്തരവാദിത്വത്തിൽ, അത് എൻ്റെ പരിസരത്തിൽ വന്നതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. മഹ്ദി ഇമാമൊക്കെ വന്നു പോയി എന്ന് എൻ്റെ പ്രസംഗത്തിൻ്റെ താഴെ എഴുതി വെച്ചത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എടാ, ഈമാൻ നന്നാക്കിക്കോ. എൻ്റെ ഈമാൻ തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് നന്നായിക്കോ. മഹ്ദി ഇമാം വന്നു പോയി എന്ന് വിശ്വസിക്കണ്ട. മഹ്ദി ഇമാം വന്നാൽ എന്ത് നിറക്കുന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? പറയട കുട്ടി, പറ എന്താ നോക്കിയിരിക്കണേ? പറ. മുത്തറസുള്ള നെഞ്ചി കളവാക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭൂമിയിൽ നീതി നടക്കും. ആര്? മഹ്ദി ഇമാം. പിന്നെ എന്തിനാ വിചാരം? മഹ്ദി ഇമാം ജീവിച്ചിരിക്കവേ ആരിറങ്ങും? ഈസാ അലൈഹിസ്സലാം ഇറങ്ങും. ഇറങ്ങിയോ? മഹ്ദി ഇമാം അങ്ങ് വന്നുപോയി. എന്തെങ്കിലും വിചാരിച്ച് എല്ലാവരും പൊട്ടന്മാരാണ്. രണ്ട് ബലപ്പെട്ട തെളിവാണ് ഞാൻ പറഞ്ഞത്. മഹ്ദി ഇമാമോട് വന്നാൽ നീതി കിട്ടാത്ത ഒരാൾ ഉണ്ടാവില്ല. ഞാൻ മഹ്ദി ഇമാം വരാൻ കാത്തിക്ക. എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. നിങ്ങൾക്കും ഉണ്ടാവുമല്ലോ. എനിക്ക് നീതി കിട്ടാത്ത വിഷയം. നീതി തരാൻ കഴിയില്ല മഹ്ദി ഇമാമിനല്ലാതെ. നീതി ഇപ്പൊ കൊടുക്കണില്ല. ഇപ്പൊ എവിടെയും നീതി കൊടുക്കണില്ല. ഇപ്പൊ ആളായി കുറച്ച് മാന്യന്മാർ നടക്കണ എനിക്ക് വിരോധമില്ല. പക്ഷെ എന്തല്ല, നേതാവല്ല. എന്താ നേതാവ്? ആരുടെ നേതാവ്? പറ. നീതി നടത്തുന്നവൻ നേതാവ്. ഈ പറയുന്ന കുപ്പായം മാറ്റി നടക്കണമല്ലൊന്നും ആരല്ല. ഒരു തങ്ങളായിക്കോട്ടെ, ഒരു മൂല്യരായിക്കോട്ടെ, ഒരു നടന്നോട്ടെ. നമുക്കെന്ത് വേണ്ടത്? നേതാവാകണമെങ്കിൽ എന്ത് വേണം? നിനക്ക് നിന്റെ റേഷൻ കാർഡിലുള്ള അരിയല്ലേ ചിന്തരാൾ പഠിക്കണത്? എനിക്ക് എൻ്റെ റേഷൻ കാർഡിലെ അരിയ, ഇന്ത്യ രാജ്യത്ത് എൻ്റെ റേഷൻ കാർഡിലെ അരിയ ഞാൻ വാങ്ങുള്ളൂ. അതുകൊണ്ട് എനിക്കൊരു പേടിയില്ല. ഞാൻ പറയണേ, നിങ്ങൾ വെച്ചുകൊള്ളുന്ന എന്തിനാ? ഇവരൊന്നും ആരല്ല. ഈ കുപ്പായം തൊപ്പിട്ട് നടക്കണ ആരല്ല. നേതാവാകണമെങ്കിൽ ഇവരെന്ത് നടത്തി കാണിക്കണം? നീതി വാങ്ങിക്കൊടുക്കണ്ടേ? നീതി വാങ്ങിക്കൊടുക്കുന്നവൻ നേതാവ്.
ഭരിക്കാൻ യോഗ്യൻ ഭർത്താവ്, ഭരിക്കപ്പെടുന്നവൾ ഭാര്യ. ഓരോന്നിനും അങ്ങനല്ലേ? ഭരിക്കപ്പെടുന്നവളെ പേരാണ് എന്ത്? ഭാര്യ. ഭാര്യ എന്നുള്ള വായന എന്താ? ഭരിക്കപ്പെടേണ്ടവൾ. ഭർത്താവ് മനസ്സിലായില്ല? ഭരിക്കേണ്ടവൻ. ഓൻ ഭരിക്കണം, മറ്റുള്ള ഭരിക്കപ്പെടും. ആ പദത്തിൽ തന്നെ ഉണ്ടല്ലോ. ചിലപ്പോ അവന്റെ പെരയില് അവൾ ഇങ്ങോട്ട് ഭരിക്കായിരിക്കും. അപ്പൊ പിന്നെ ഓൻ ഭർത്താവ് അങ്ങനെ മാനല്ല, ഓൻ കുപ്പായിട്ട് എടുക്കണം. പിന്നെ പെരയിൽ വലിയ കാര്യം ഉണ്ടെങ്കിൽ ഓളോടെ പറയാം. മീൻകാരൻ വരെ ഓളോടെ വർത്താനം പറയാം. ഓനോടോ നിങ്ങൾ പോയി നിങ്ങളെ പൈസ മീൻ തന്ന പൈസ ഇട്ടൊന്നും എന്തുറപ്പുള്ളത്? ഇത്താത്ത എവിടെ? മനസ്സിലായില്ല? ആ നടപ്പ് ഇപ്പൊ പലരും നടക്കുന്നുണ്ട്. ഓലൊന്നും ആരല്ല, നേതാവല്ല. നേതാവ് ആകണമെങ്കിൽ എന്ത് വേണം പറയടോ? നല്ലൊരു അലക്കി തേച്ച കുപ്പായിട്ട്, നല്ലൊരു തലി കെട്ടി, അല്ലെങ്കിൽ തൊപ്പിട്ടാണ് ഇറങ്ങിയ പിന്നെ ആരാവോ? പറയാ എന്തെങ്കിലും പേടിക്കണ്? ആരാവൂല. നേതാവാകണമെങ്കിൽ എന്ത് നടത്തി കൊടുക്കണം? നീതി നടത്തി കൊടുക്കുന്നവൻ നേതാവ്. ജനങ്ങൾക്ക് എന്ത് വേണം? നീതി കിട്ടണം. മഹ്ദി ഇമാം വന്നാൽ എന്ത് കിട്ടും? നീ എല്ലാവരും കൂടെ എന്റെ മേൽ ചാടണ്ട. ചാടിയാൽ ഒരു കുഴപ്പമില്ല. നിങ്ങളെല്ലാവരും ചാടിത്തിരിക്കൊന്നും പറ്റില്ലല്ലോ. നേതാവ് എന്നാൽ എന്ത് വേണം? നീതി നടപ്പിലാക്കി കൊടുക്കണം. അതാ നേതാവ്. മറ്റേ തൊപ്പിക്കാരനാണ്, തലക്കെട്ടുകാരനാണ്, നല്ല കുപ്പായാണ്, പോട്ടെടുക്കുക, നമ്മളെ കല്യാണ പോട്ടത്തിലൊക്കെ കയറ്റ. എന്തല്ല, നേതാവല്ല. മഹ്ദി ഇമാം ആരാണ്? നേതാവാണ്. എന്തുകൊണ്ട്? ഭൂമിയിൽ നീതിയാണ് നടക്കും. ഇന്ന് നടക്കുന്ന പല ആളുകളുടെയും മുൻഗാമികൾ നേതാക്കന്മാരാണ് നീതി നടപ്പിലാക്കി കൊടുത്തിട്ടുണ്ട്. നീതി നടപ്പിലാക്കാൻ വേണ്ടി ഏതറ്റം വരെ സഹായിച്ചിട്ടുണ്ട്. തലക്ക് കൊടുക്കണം. ഇതൊന്നും നിങ്ങൾ പേർക്കണ്ട, ബേജാറാകണ്ട. മഹ്ദി ഇമാം വന്നു പോയി എന്ന് പറഞ്ഞ നീതി എവിടെ? മഹ്ദി ഇമാം ജീവിച്ചിരിക്കവേ ആരിറങ്ങി വരും? സയ്യിദുനാ ഈസ എവിടെ അലൈഹിസ്സലാം. ഇതിലൊന്നും ജനങ്ങളെ വഞ്ചിതരാകരുത് കേട്ടാ. ഞങ്ങളോട് ഓർമ്മിപ്പിച്ചു പറയാണ്, വഞ്ചിതരാകരുത് കേട്ടോ. ഇതൊക്കെ മുസ്തഫ റസൂലുള്ളാഹി തങ്ങളുടെ കനപ്പെട്ട വാക്കുകളല്ലേ പറഞ്ഞ്. ഈസാനും മഹ്ദി ഇമാം ഭൂമിയിൽ ഉണ്ടായിരിക്കവേ ആരിറങ്ങും? ഈസാ നബി ഇറങ്ങുമെന്ന് കനപ്പെട്ട വാക്ക് പറഞ്ഞ ആരാണ്? ഒരിക്കലും ജീവിതത്തിൽ തെറ്റുപറ്റിയിട്ടില്ലാത്ത ആരംഭപ്പുമാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ. നീ എന്താണ് പ്രശ്നം? അതുകൊണ്ട് സോഷ്യൽ മീഡിയ മഹ്ദികളെ ഒഴിവാക്കുക. സോഷ്യൽ മീഡിയയിൽ വഞ്ചിതരാകാതിരിക്കുക. മുഅ്മിനായി ജീവിക്കുക. അവനാന്റെ ഈമാൻ മഹ്ദി ഇവിടെ വന്നാലും വന്നിട്ടില്ലെങ്കിൽ നിനക്കൊന്നുമില്ല. അത് അല്ലാഹുവിന്റെ ഉത്തരവാദിത്തമല്ലേ? മഹ്ദി വന്നില്ല, നിനക്കെന്താ? മഹ്ദി വന്നേനില്ല, നിനക്കെന്താ ഉത്തരവാദിത്തം? നിനക്കെന്താ പ്രശ്നം? ജനചോദ നിസ്കരിച്ച് നന്മ ചെയ്ത് സത്യം ചെയ്ത് മുഅ്മിനായി ജീവിച്ചാൽ നിനക്ക് എന്ത് കിട്ടും? സ്വർഗം കിട്ടും. അത്ര ആവശ്യം. മഹ്ദി വന്നു, മഹ്ദി വന്നില്ല. എന്താ? നമ്മളെ ജീവിച്ച കാലത്തൊന്നും ആരും വന്നില്ല. മഹ്ദി വരാത്തത് കൊണ്ട് ഞാൻ മഹ്ദി ഇല്ല ഒരാളെ പിടിച്ച് മഹ്ദി ആക്കണ്ടല്ലോ. മഹ്ദി വന്നില്ലേ? മഹ്ദി വരേണ്ട എൻ്റെ ഉത്തരവാദിത്തമാണോ? പറയുടെ കുട്ടി, മഹ്ദി വരേണ്ടത് നമ്മളെ ഉത്തരവാദിത്തമാണോ? അല്ല. നമ്മളെ ഉത്തരവാദിത്തം എന്താ? മുഅ്മിനായി ജീവിക്കുക. മഹ്ദി വന്നാൽ അൽഹംദുലില്ലാ, വന്നിട്ടില്ലെങ്കിൽ അതിലേറെ അൽഹംദുലില്ലാ. എനിക്ക് മഹ്ദി വന്നാലും അൽഹംദുലില്ലാ, വന്നിട്ടില്ലേ അൽഹംദുലില്ലാ. നബി പറഞ്ഞോണ്ട് വരും. എൻ്റെ കാലത്ത് വരേണ്ട ആവശ്യം എനിക്കില്ല. വന്നോട്ടെ. എനിക്ക് നീതി കിട്ടൂല. നീതി കിട്ടേണ്ട ആവശ്യമില്ല. നീതി നടപ്പിലാക്കേണ്ട ദിവസം ഉണ്ടല്ലോ, അന്ന് കിട്ടുമല്ലോ. മഹ്ദി ഇമാം വന്നാൽ നീതി കിട്ടും അല്ലേ? പറയും മനുഷ്യന്മാരെ, മഹ്ദി ഇമാം നീതിയോ അല്ലേ? നീതി കിട്ടും. ശരി, മഹ്ദി ഇമാം വന്നില്ല, നിങ്ങൾക്ക് നീതിയോട്ട് കിട്ടിയതില്ല. നിങ്ങൾക്ക് എന്താ ബേജാറ്? എൻ്റെ വാപ്പ മരിച്ചു, മഹ്ദി ഇമാം നീതോ? എൻ്റെ വാപ്പാക്ക് ദുനിയാവുള്ള എല്ലാ നീതി കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അതിന് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. മാലിക് യൗമിദ്ദീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നീതിയുടെ ഒരു ദണ്ഡ് സ്ഥാപിക്കും. അന്ന് നീതി കിട്ടിയിരിക്കും. നമുക്കെന്താ വിചാരം? അതിൻ്റെ മുമ്പ് ഇവിടെ നീതി കിട്ടിയാൽ അൽഹംദുലില്ലാ. എനിക്ക് മഹ്ദി ഇമാം ഈ കൊല്ലം വന്നോളം ഒരു ബാധ്യതയില്ല. എന്നാൽ അൽഹംദുലില്ലാ. പിന്നെ ലോകാവസാനം വരെ തല്ലും വെക്കണം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. മഹ്ദി ഇമാം വന്നാൽ തല്ല് നിൽക്കൊന്നുമില്ല, നല്ല തുടങ്ങുക. മഹ്ദി ഇമാം വരുന്ന നല്ല കാര്യമാണ്, മുസ്തഫ നബി പറഞ്ഞതാണ്. പക്ഷെ വന്നിട്ടില്ലെങ്കിലും മഹ്ദി ഇമാം വന്ന രാത്രി കൊണ്ട് നമ്മളെ കൂട്ടത്തിൽ ഒരുത്തനെ എന്താക്കണ്ട, മഹ്ദിയാക്കണ്ട. മനസ്സിലാണ്ട് പറഞ്ഞത്. മഹ്ദി ഇമാമിനെ വരുത്തേണ്ട ബാധ്യത നമുക്ക് ഇല്ല. നീതി കിട്ടിയില്ലെങ്കിൽ നമുക്കൊന്നും വരാൻ പോണില്ല. ഏതായാലും ഒരു ദിവസം നീതി
കിട്ടും, ഉറപ്പിച്ചിട്ടും. ഇത് കിട്ടൂലേ? പറയും, കിട്ടിയിരിക്കും. ഏതിനൊക്കെ കിട്ടും. കൊമ്പില്ലാത്ത മൃഗത്തെ കൊമ്പുള്ള മൃഗം ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ നീതി കിട്ടും. ആ മൃഗത്തിന് നീതി കിട്ടും. പിന്നെന്തോ നിനക്ക്? കൊമ്പില്ലാത്ത മൃഗത്തെ കൊമ്പുള്ള മൃഗം ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ ആ കൊമ്പില്ലാത്ത മൃഗത്തിന് നീതി കിട്ടും. ആരുടെ കോടതിയിൽ? അല്ലാഹ്. എന്തിനാ പഠിക്കണേ? പക്ഷെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താക്കണം? നീതി നടപ്പിലാക്കണം. കാരണം മുസ്തഫ നബി പറഞ്ഞിട്ട് ഭൂമി മുഴുവനും നീതി നടക്കും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. കാര്യങ്ങളെ മനസ്സിലാക്കാതെ കണ്ടതിൻ്റെ പിന്നാലെ ദയവായി ഓടരുത് ജനങ്ങളെ. അതൊക്കെ നമ്മൾ ഈമാൻ നശിപ്പിക്കും കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ശരീഅത്തിനെയാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. ഇതൊക്കെ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. അത്ഭുതങ്ങളുടെ പിന്നാലെ ഓടരുത്. അത്ഭുതങ്ങൾ ദജ്ജാലിൻ്റെ ആളുകളും കാണിക്കും. ആഖിർ സമാനായാൽ ദജ്ജാലിൻ്റെ ആളുകൾ അധികരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ وأدخلنا الجنة مع الأبرار يا عزيز يا غفار.